ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് കൺഫ്യൂഷനായിട്ട് തുടങ്ങണോ വേണ്ടേ അങ്ങനെ ചിന്തിച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്. പുതിയ ചാനലാണ്, 38 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങളും എന്നെപ്പോലെ പുതിയ ചാനലൊക്കെ തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടോളൂ. ഞാൻ തിരിച്ചും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാമല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത 38 പേർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മളൊന്നൊന്ന് പുറത്ത് പോവുകയാണ്. താത്താനും കൊണ്ട് ഹോസ്പിറ്റലിൽ പാണ്ടിക്കാടുള്ള ഒരു ഹോമിയോ ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് കയറണം. ഉള്ളോമ്പുറത്തേക്ക് ഓട്ടോ വിളിച്ച് പോയിട്ട് അവിടുന്ന് മഞ്ചേരിക്കുള്ള ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് പാണ്ടിക്കാട്ടേക്കുള്ള ബസ്സിൽ പോകണം കേട്ടോ. നേരിട്ട് ബസ് ഉണ്ട്, നമുക്കത് മിസ്സായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. നമ്മളൊരു 11:30-12 മണി ആയപ്പോഴാണ് അവിടെ എത്തിയത്. നമ്മൾ ടോക്കൺ എടുത്ത് നമ്മൾ ഇപ്പോൾ വിളിക്കും, നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ വിളിക്കുമോ എന്നിങ്ങനെ വിചാരിച്ച് നിന്നുകൊണ്ട് 3:30-4 മണി ആയപ്പോഴാട്ടോ നമ്മൾ കാണിച്ച് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു ആകെ ആശ്വാസം എന്ന് പറയുന്നത്, നമുക്ക് ഈ മക്കളെയും കൊണ്ട് പുറത്ത് പോയി അവർ പിടിച്ച് വെക്കാനാണ് പാട്. പക്ഷേങ്കിൽ അവിടെ കുട്ടികൾക്കായിട്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. അതുകൊണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ കണ്ട് പോയാൽ നമ്മൾ സേഫാണ്, ഒരാൾ കളിച്ചോളൂ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു വലിയൊരു ആശ്വാസം തന്നെ കേട്ടോ. എക്സ്ട്രാ ഫീയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അവിടെ ജസ്റ്റ് അവിടെ വരുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ എഴുതി വെച്ചത്. അവിടെ നല്ല ഒരു കാര്യമാണ് അത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഉപകാരമായി. താത്താൻ്റെ മോനും എൻ്റെ മോനും ഒരേ പ്രായക്കാരാണ്, അവർ പിടിച്ചു വെക്കാൻ നല്ല പാടാണ്. അപ്പം നല്ല ഒരു ആശ്വാസമായിരുന്നു അത്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഫുഡ് തീർന്നിട്ടുണ്ട്. പിന്നെ താത്താനോട് ബിരിയാണി, മന്തി അങ്ങനത്തെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊണിന് വേണ്ടിയിട്ട് നോക്കി, പക്ഷേ കിട്ടിയിട്ടില്ല. ലാസ്റ്റ് ബിരിയാണി തന്നെ കഴിക്കേണ്ടി വന്ന്. പിന്നെ നമുക്ക് പോയപ്പോഴേ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു. പോകുന്നപ്പോഴേക്കും നല്ല പനിയൊക്കെ തുടങ്ങി. അവിടെ നിന്ന് തന്നെ ഗുളികയൊക്കെ വാങ്ങി കഴിച്ചിട്ടാട്ടോ തിരിച്ചു പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു സോ മച്ച്. ബൈ.